ഹിമാചലിൽ BJP പ്രതീക്ഷിച്ച അട്ടിമറി 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ BJPക്ക് ഇത് നിറം കെട്ട കാലമാണ്. അത് ഈ നാടിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. ഏറ്റവും പുതിയ വാർത്ത BJPയെ തൊട്ടവർക്കും ഇത് കഷ്ടകാലമാണെന്നാണ്. കഴിഞ്ഞ തവണ സ്വതന്ത്രരായി ജയിച്ച 2 പേരാണ് ഹിമാചലിൽ തോറ്റിരിക്കുന്നത്. കാരണം ഒന്നു മാത്രം, ഇത്തവണ BJPയോട് ചേർന്നാണ് മത്സരിച്ചത്. ഹോഷിയാർ സിംഗിനും KL ഠാക്കൂറിനുമാണ് BJPയിൽ ചേർന്നതോടെ 8ന്റെ പണി കിട്ടിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പിലാണ് തോറ്റു തുന്നം പാടിയത്. ഠാക്കൂറിനെ പരാജയപ്പെടുത്തിയ ഹർദീപ് സിംഗ് ഭാവ 5 തവണ INDUC അധ്യക്ഷനായിരുന്നു. നിയമസഭയിൽ ഒരേ സമയം ദമ്പതികൾ എത്തുക എന്ന അപൂർവതക്കും ഹിമാചലിലെ ഉപതെരഞ്ഞെടുപ്പ് കാരണമായി. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലേഷ് ഠാക്കൂർ സഭാംഗമാകുന്നതോടെയാണിത്. ഹിമാചലിൽ 2 സീറ്റ് ജയിച്ചതോടെ കോൺഗ്രസിന്റെ അംഗബലം വീണ്ടും 40ആയി ഉയർന്നു. ഹോഷിയാർ സിംഗും KL ഠാക്കൂറും BJPയിൽ ചേർന്ന് തോറ്റതാണ് കോൺഗ്രസിന് ഗുണകരമായത്. അധികാരം പിടിക്കാൻ BJP കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് വിജയം കോൺഗ്രസ് സർക്കാരിന് ആശ്വാസം പകരുന്നതായത്. 35 സീറ്റുകളാണിവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. ഉപതെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലെ മാറ്റമാണ് സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ജനവിധി മോദി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവാണിത്. കാലുമാറ്റക്കാരെ തെരഞ്ഞുപിടിച്ച് ജനം തോൽപ്പിക്കും. ഏതു വിധേനയും അധികാരത്തിൽ തുടരുകയെന്നതാണ് BJPയുടെ നയമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ചുരുക്കത്തിൽ അധികാരം നിലനിർത്താൻ BJP നാളിതുവരെ നടത്തിയ കുതിരക്കച്ചവടത്തിനും കാലുമാറ്റത്തിനും തിരശ്ശീല വീണുവെന്നാണ് കാലം തെളിയിക്കുന്നത്.